പണ്ട് കാലങ്ങളിൽ ധാരാളം മാങ്ങ ഉണ്ടാവുമ്പോൾ തൊലി ചെത്തി അത് നന്നായി പൾപ്പെടുത്തിട്ട് മാങ്ങാത്തിര ഉണ്ടാക്കി വയ്ക്കും. മാങ്ങ സീസണല്ലാത്ത കാലങ്ങളിൽ കഴിക്കാനായിട്ട് സൂക്ഷിച്ച് വയ്ക്കും. അത് ഇപ്പോൾ മഴക്കാലം ഒക്കെ ആയി തുടങ്ങി. അപ്പോഴേക്കും നമ്മൾ ഈ മാങ്ങയൊക്കെ നന്നായി പഴുത്ത മാങ്ങയൊക്കെ നന്നായി കഷ്ണാക്കി മുറിച്ച് മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്ത് അതിൻ്റെ പൾപ്പെടുക്കുക. വെള്ളം ചേർക്കാതെ അടിച്ചെടുക്കുക. കഷ്ണങ്ങളാക്കി നോക്കാം. അങ്ങനെ ഒരു 5-10 മാങ്ങ കഷ്ണങ്ങളാക്കി നുറുക്കി മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കാം. ജാറിൽ നന്നായി പൾപ്പാക്കിയിട്ട് വെള്ളം ചേർക്കാതെ അടിച്ചെടുത്തു. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കണം. ഒരു ഗ്ലാസ് പഞ്ചസാര ചേർക്കാം. ഒരു ചെറുനാരങ്ങയുടെ നീര് ചേർക്കാം. ഒരു 1/4 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ, ഉപ്പും ചേർത്ത് നന്നായി ഇളക്കും. ഇതൊരു നൂൽ പരുവത്തിലാക്കി വറ്റിച്ചെടുക്കാം. ഇത് പണ്ട് കാലങ്ങളിൽ വീടുകളിൽ ചെയ്തിരുന്നതാണ്. കുറേ മാങ്ങ, കുറേ പറമ്പുണ്ടായിരിക്കും. അതുപോലെ തന്നെ കുറേ മാങ്ങ സീസണായ കുറേ മാവുന്നുള്ള മാങ്ങ ശേഖരിച്ച് വെച്ച് എല്ലാവരും മാങ്ങാത്തിര ഉണ്ടാക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ അധികം സ്ഥലമില്ലാത്തത് കൊണ്ട് എല്ലാ സ്ഥലത്ത് വെച്ചിട്ടുള്ള മാങ്ങ കൊണ്ട് നമുക്ക് മാങ്ങാത്തിര ഉണ്ടാക്കി മഴക്കാലം അല്ലാത്ത സീസണിൽ കഴിക്കാം. ഒരു നൂൽ പരുവമാകുമ്പോൾ ഓഫ് ചെയ്യാം. ഇത് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കണം. 2 ദിവസം വെയിലത്ത് വെച്ച് ഉണക്കണം. മാങ്ങയുടെ സീസൺ കഴിഞ്ഞാലാണ് ഇത് കഴിക്കാൻ ടേസ്റ്റ് കൂടുതൽ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു നൂൽ പരുവമായാൽ മതി. ഒരു നൂൽ പരുവമായിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. നെയ്മയം പുരട്ടിയ പാത്രത്തിലേക്ക് ഇത് പകർത്താം. ഇതൊന്ന് പരത്താം. ഇനി ഇത് ആറിയ ശേഷം വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കിയെടുക്കാം. 2 ദിവസം ഉണക്കിയെടുക്കാം.